നോമ്പ് സുവിശേഷമാകുന്ന കണ്ണാടിയിലൂടെ ജീവിതത്തെ നിന്നെ നോക്കാനുള്ള കാലം. വചനം പറഞ്ഞു തരുന്ന വലതുവശത്തേക്ക് ജീവിതത്തെ തിരിച്ചു പിടിക്കുവാനുള്ള കാലം. ആത്മാനുതാപത്തിൻ്റെ 40 നാളുകൾ. വചനാഗ്നിയുടെ ചൂടേറ്റ് ജീവിതം പാകപ്പെടുത്താം. നമ്മൾ വീണ്ടും ജനിക്കണം എന്നത് ഗുരുവിൻ്റെ സ്നേഹശാഠ്യമാണ്. വീഴ്ചകളിൽ ഉലഞ്ഞു പോകുന്ന മനുഷ്യന് ഉയർപ്പിൻ്റെ മഹത്വം കാട്ടിക്കൊടുക്കുന്നതിനുള്ള കുരിശുയാത്രയിൽ 3 തവണ വീണു, 3 തവണയും എഴുന്നേറ്റു. ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും വീഴ്ചകളിൽ നിന്ന് വചനത്തിൻ്റെ കരം പിടിച്ച് എഴുന്നേൽക്കണം. കാരണം വചനം ദൈവമാണ്. 2 തരത്തിലുള്ള നിയോഗങ്ങൾക്ക് നോമ്പ് സാധ്യത നൽകുന്നു. വേറോനിക്കയെപ്പോലെ സ്വയം നിയോഗങ്ങളിലേക്ക് എത്തുവാനും ശിമയോനെ പോലെ നിയോഗങ്ങളിലേക്ക് എത്തപ്പെടുവാനും. യഥാർത്ഥത്തിൽ ജീവിതം അതാണ്. പ്രധാനപ്പെട്ടത് വിശ്വസ്തതയാണ് നമ്മുടെ വിളികളോട്. സുവിശേഷം അത് ലളിതമായ ഒരു ജീവിതക്രമമല്ല, നിറയെ വെല്ലുവിളികളുള്ള ഒരു പ്രയത്നമാണ്. ഒരു ക്രിസ്തുവാകുവാനുള്ള വിളിയും വെല്ലുവിളിയും ഉണ്ടതിൽ. ക്രിസ്തുവിൻ്റെ കരുണ നമ്മിൽ നിറയട്ടെ. പരിസരങ്ങളോട് ശ്രദ്ധ പുലർത്തി എന്നതാണ് ക്രിസ്തുവിൻ്റെ കരുണയുടെ കാതൽ. അവൻ്റെ മിഴികൾ ഒന്നും വിട്ടുകളഞ്ഞില്ല, ഒരു യാചനയും കേൾക്കാതെയും ഇരുന്നില്ല. മിഴിയിലിത്തിരി കൂടി നനവ്, ഹൃദയത്തിലൊത്തിരി അലിവ് മതി ക്രിസ്തുവാകാം. കുരിശുകൾ ഭാരമാകാത്ത, കാൽവരികൾ കഥനപ്പെടുത്താത്ത, സ്വർഗത്തെ മിഴി നോക്കുന്ന ക്രിസ്തു.